കൈക്കരുത്തിന്റെ വിജയഗാഥ ഈ സിനിമയുടെ 100ാം ദിന പോസ്റ്ററിൽ കണ്ട ഒരു ടാഗ് ലൈൻ ആയിരുന്നു. അതായത് ഈ ചിത്രത്തോട് 100% നീതി പുലർത്തിയ ഒരു ടാഗ് ലൈൻ. കലാഭവൻ മണി നായകനായി അഭിനയിച്ച സിനിമകളിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ അതായിരുന്നു ബെൻ ജോൺസൺ. 2005 സമ്മർ റിലീസുകളെല്ലാം തിയേറ്റർ വിട്ടതിന് ശേഷം ജൂണിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. ഇങ്ങനെ ഒരു പടം റിലീസ് ആവുന്നുണ്ടെന്ന് ഞാൻ ആദ്യമായി അറിഞ്ഞത് മാതൃഭൂമി പത്രത്തിന്റെ കൂടെ കിട്ടുന്ന സൺഡേ സപ്ലിമെന്റിൽ നിന്നാണ്. പിന്നീട് കിരൺ ടിവിയിലെ 4 മണിക്കുള്ള ട്രെയിലർ ടൈമിൽ ഒരു അടിപൊളി ട്രെയിലർ കണ്ടു. ആ ഒരു ട്രെയിലറിന്റെ ഫിനിഷിംഗ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. കലാഭവനി കാലുകൊണ്ടൊരു ഗ്ലാസ് ബോട്ടിൽ തട്ടിയെടുത്ത് അതിൽ ഗുണ്ടയുടെ തലയിലടിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് അത്രയും പ്രോമിസിംഗ് ആയി തോന്നിയ പ്രോജക്റ്റ് ആയിരുന്നു ഇത്. കാരണം മത്സരത്തിന് ശേഷം ആ ടീം വീണ്ടും ഒന്നിക്കുന്നു. കലാഭവൻ മണി, അനിൽ സി മേനോൻ, ടി എ ഷാഹിദ് ഈ 3 പേർക്കിടയിലേക്ക് മറ്റു 2 പേർ കൂടെ കടന്നു വരുന്നു. സംഗീത സംവിധായകനായ ദീപക് ദേവും പിന്നെ ഇതേ ടീമിന്റെ മത്സരം സിനിമയുടെ അസിസ്റ്റന്റ് സ്റ്റണ്ട് കൊറിയോഗ്രാഫറായിരുന്ന അനലരസും. സംഭവം മത്സരത്തിന്റെയും ബെൻ ജോൺസന്റെയും കഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. മത്സരം സിനിമയിൽ നായകന്റെ പിതൃത്വമാണ് അംഗീകരിക്കപ്പെടാത്തതെങ്കിൽ ഇവിടെ നായികയ്ക്കാണ് ആ അവസ്ഥ ഉള്ളത്. അങ്ങനെ പടം തുടങ്ങി ടൈറ്റിൽ കാർഡിൽ ഒരു റണ്ണിംഗ് റേസും പിന്നെ അടിച്ചുപൊളി സോനാ സോനാ സോങ്ങും അത് കഴിഞ്ഞ് നായകന്റെ ട്രാൻസ്ഫറും. നായകൻ ട്രാൻസ്ഫർ കിട്ടിയ ആ നാട്ടിലേക്ക് വന്ന ഉടൻ തന്നെ കിടിലൻ ഫൈറ്റുകളും നല്ല നെടുനീളൻ ഡയലോഗുകളും പിന്നെ നായകന്റെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതിലെ കലാഭവന്മയുടെ അച്ഛൻ കഥാപാത്രം അമരക്കാടൻ പത്രോസ് ഇത് ആക്ച്വലി അനിൽ സി മേനോൻ യൂണിവേഴ്സ് ആണ്. കാരണം ഈ സിനിമയിൽ അച്ഛൻ കഥാപാത്രത്തിന് ഇടാൻ പറ്റിയ പേര് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ നല്ല ഫയർ ബ്രാൻഡ് ആയി പോകുന്ന ഒരു പടത്തിന്റെ ഇന്റർവൽ ബ്ലോക്ക്, കലാഭവന്മയുടെ ഒരു ഫൈറ്റും ബാക്ക്ഗ്രൗണ്ടിൽ നാദൃശ്യയുടെ പാട്ടും ചുമ്മാ ഒരു ഹെഡ്സെറ്റും വെച്ച് യൂട്യൂബിൽ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗൂസ് ബംസ് തരുന്ന ഒരു സോങ് ആണിത്. അങ്ങനെ ഈ പാട്ടൊക്കെ കണ്ട് നല്ല ചാർജ് ആയിരിക്കുന്ന സമയത്താണ് തീയും പോകയായിട്ടുള്ള പുള്ളിയുടെ വരവ്, വെട്ടുകാട് വേലായുധൻ. നായകൻ ഇത്രയും സ്ട്രോങ് ആണെങ്കിൽ അതിന്റെ മേലെ നിൽക്കുന്ന ഒരു വില്ലൻ ആണല്ലോ. ആദിത്യ മേനോൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെട്ടുകാട് വേലായുധനാണ്. കാരണം ക്ലൈമാക്സ് വരെ ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു വെട്ടുകാട് വേലായുധൻ. സോ ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക.